എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിൽ തന്നെ വരാൻ കാരണം? പലരും കരുതുന്നത് പോലെ തുമ്പ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായത് കൊണ്ടല്ല ആ സ്ഥലം തിരഞ്ഞെടുത്തത്. പകരം ഭൂകാന്തിക ഭൂമധ്യരേഖയാണ് അതൊരു കാരണം. ഭൂമി ഒരു വലിയ കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഭൂമി കറങ്ങുന്ന അച്ചുതണ്ടും ഭൂമിയുടെ കാന്തിക അച്ചുതണ്ടും ഒരേ ദിശയിലൂടെ അല്ല കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മാപ്പിൽ കാണുന്ന അച്ചുതണ്ടും ഭൂകാന്തിക അച്ചുതണ്ടും ഒരേ ദിശയിലൂടെ അല്ല കടന്നു പോകുന്നത്. 1960-കളിൽ ഈ കാന്തിക ഭൂമധ്യരേഖ കടന്നുപോയത് തുമ്പയ്ക്ക് തൊട്ട് മുകളിലൂടെയായിരുന്നു. അതാണ് തുമ്പയെ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രമാക്കി മാറ്റിയത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ കാന്തിക ഭൂമധ്യരേഖയുടെ മുകളിലെ അന്തരീക്ഷ പാളിയിൽ ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ് എന്നൊരു പ്രകൃതിദത്ത വൈദ്യുത പ്രവാഹമുണ്ട്. ഇത് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് സൂര്യനിൽ നിന്നുള്ള ഊർജവും ചേർന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചാൽ റേഡിയോ, ആശയവിനിമയം, GPS, കാലാവസ്ഥ എന്നിവയെ കുറിച്ചെല്ലാം കൃത്യമായി പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിക്രം സാരാഭായുടെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞർ തുമ്പയിൽ നിന്ന് സൗണ്ടിങ് റോക്കറ്റ്സ് വിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഇവ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന വലിയ റോക്കറ്റുകളല്ല, പകരം അന്തരീക്ഷത്തിന് മുകൾ തട്ടിൽ നിന്ന് ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കാനുള്ള ഒരു ഗവേഷണ റോക്കറ്റുകൾ മാത്രമാണ്. പിന്നെ വേറെ രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് സുരക്ഷയും പിന്നെ സൗകര്യവുമാണ്. അങ്ങനെ 1963 നവംബർ 21 ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റായ നൈക് അപ്പാച്ചെ തുമ്പയിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നീടുള്ള വലിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളെല്ലാം ശ്രീഹരിക്കോട്ടയിലേക്ക് മാറിയെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിലെ ബഹിരാകാശ ഗവേഷണത്തിന്റെ തുടക്കം ഈ മണ്ണിൽ നിന്നാണ്. സബ്സ്ക്രൈബ് ഫോർ മോർ.